PC ബസ്സിൻ്റെ എല്ലാവരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ആദ്യം അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ദൗർബല്യങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമല്ലെന്നല്ല, ചിലരെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എനിക്കറിയാവുന്ന സത്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. അത് ഞാൻ തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ഒരു നല്ല ദിവസത്തിൽ അപ്പം എല്ലാവരും നമ്മൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നോ ആ ദൈവത്തിനെ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, മനസ്സിലാക്കുക കേട്ടോ. യേശുക്രിസ്തുവും കൃഷ്ണനും നബിയും ഒക്കെ ഒന്നാണ് സംഗീതത്തിൽ കേട്ടോ. ആര് പാടിയാലും നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ ചക്കര ഇവർക്ക് അവരുടെ വീട്ടുകാരുടെ അതിൻ്റെ ബിസിയാണെന്ന് തോന്നുന്നു. പെൺകുട്ടികളെ നിങ്ങൾ ഞാൻ പറയുന്നവരെ കേൾക്കും. മക്കളെ ചക്കര മക്കളെ നോക്ക്, അവിടെ ഇത്ര കഷ്ടപ്പെട്ട് ചെന്നൈയിൽ നിന്ന് വന്നേക്കല്ലേ ഈ ഡയലോഗൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ദൈവത്തിന് നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. മോള് നമുക്ക് കർണാട്ടിക് സംഗീതത്തിൽ മൊത്തത്തിൽ സപ്തസ്വരങ്ങൾ ഏതാണെന്ന് അറിയാമല്ലോ. ആർക്കൊക്കെ അറിയാം സപ്തസ്വരങ്ങൾ? സപ്തസ്വരങ്ങൾ അറിയാവുന്നവരെ കൈ പോകും. കേട്ടിട്ട് എൻ്റെ കൈ പോകും. അച്ഛനമ്മയെങ്കിലും കൈ പോകും. അവർക്കും അറിയാം. നോക്ക്, ആ മുതിർന്ന കുട്ടികളൊക്കെ കൈ പോകും. അവർക്കൊക്കെ 52 വയസ്സ് വെച്ചേ എന്ത് കാര്യം? നിങ്ങൾ കൈ പോക്കണ്ടേ? അപ്പോൾ സ എന്ന് പറഞ്ഞ ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ധ ധൈവതം, നി നിഷാദം. അതാണ് 7 കേട്ടോ. ഇപ്പം സപ്തസ്വരങ്ങളാണ് നമുക്കുള്ളത്. ചക്കരയെ ആ കുഞ്ഞിൻ്റെ തലയെ പിടിക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് രാഗങ്ങൾ എടുത്താൽ ക്ലാസിക്കൽ സംഗീതത്തിൽ 72 മേളകർത്താ രാഗങ്ങളാണുള്ളത്. 72 മേളകർത്താ രാഗങ്ങളിൽ നിന്ന് ജനിച്ചതാണ് ജനരാഗങ്ങളാണ് മറ്റുള്ളത്. നിങ്ങളിത് ബേസിക് ആഗ്രഹിക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഇച്ചിരി മുതിർന്നവർ 72 മേളകർത്താ രാഗങ്ങളുണ്ട്. എന്നെ പഠിപ്പിക്കുന്നില്ല, അതിന് മനസ്സിലായാൽ കുട്ടിക്കാതെ. അപ്പോൾ നമുക്ക് സപ്തസ്വരങ്ങളാണുള്ളത്. സപ്തവർണ്ണങ്ങൾ, സപ്ത അലങ്കാരങ്ങൾ, അങ്ങനെ 7 വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. സപ്തർഷികൾ, സപ്തമാർഗങ്ങൾ, ഇതൊക്കെയാണ് സപ്തത്തിലുള്ളത്. അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. നമുക്ക് പതുക്കെ ഐശ്വര്യമായിട്ട് സപ്തസ്വരങ്ങൾ പാടാം കേട്ടോ. റെഡിയാണോ എല്ലാവരും? ആണോ? ഇതാണ് സപ്തസ്വരം. അപ്പോൾ നമുക്ക് താളമാണ്. ആദ്യത്തെ ഇത്
ആദ്യതാണ്. ഈ പാടിയ രാഗം നിങ്ങൾക്ക് അറിയാമോ? ആരൊക്കെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? 72 മേളകർത്ത രാഗാസിലും 15ാമത്തെ രാഗമാണ് മായാമാളവ ഗൗരി. കേട്ടോ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചു. അപ്പം അതിലാണ് നമ്മൾ ക്ലാസിക്കൽ തുടങ്ങുന്നത്. വെസ്റ്റേണിൽ ഒരു മേജർ സ്കെയിലാണ് ശങ്കരാഭരണം. കേട്ടോ, എൻ്റെ കുഞ്ഞിനെ എന്നെ അടിക്കണമെന്ന് തോന്നുന്നത്. നമ്മളെത്തി ലാൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ പോയി നിങ്ങൾ ആരൊക്കെ പാട്ട് പഠിക്കുന്നുണ്ട്? പാട്ട് പഠിക്കുന്നവർക്ക് കൈ വെക്കുകയും